കോട്ടയത്തോടെ റിസപ്ഷൻ കൂടാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം 20 ഇയേഴ്സും എക്സ്പീരിയൻസ് ഉണ്ട്. A to Z കാറ്ററിങ്സ് ആൻഡ് ഈവൻറ്റ്സ്. നമുക്ക് ഏത് രീതിയിൽ വേണം ഇവർ ഫുഡ് ചെയ്ത് നമ്മൾ പറയുന്ന രീതിക്ക് ഒരു സാധാരണക്കാരന് എഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റിലേക്കാണ് ഇവർ ചെയ്ത് തരുന്നത്. ഈ നാടൻ ഫുഡിൻ്റെ ഒരു കലവര തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ലൈവ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സലാഡ് വെച്ച് തന്നെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഇനി മെയിൻ കോഴ്സിലേക്ക് കടന്നാലോ. നമ്മൾ നോക്കിയ ബിരിയാണിയിലേക്കാണ് നോട്ടം പോയത്. ബിരിയാണി പട്ടി ഇവിടെ സെർവ് ചെയ്യുന്നത് ലോങ് റൈസിലാണ്. ടൈംകാരെ കപ്പയും മീൻ മുളകട്ട കറി കഴിച്ചിരിക്കണം. ബിക്കോസ് കപ്പ മീൻ കറി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റ് തന്നെ. മുളകട്ടെന്ന് പറഞ്ഞാൽ പക്ക എരിവുള്ള കറി തന്നെ, രുചി വേറെ ലെവൽ തന്നെ. ഞാൻ പറഞ്ഞില്ലേ കോട്ടയംകാരെ ബിരിയാണി ലോങ് റൈസിൽ പ്രിപ്പയർ ചെയ്യുന്നത്. കോട്ടയംകാർ പൊതുവേ ലോങ് റൈസാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണി റൈസിൻ്റെ കൂടെ ചിക്കൻ പാരറ്റ് കൂടി മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറി. അതിൻ്റെ എരിവും ആ രുചിയും വേറെ ലെവൽ. പിന്നെ ഇവർക്ക് 5 ടൈപ്പ് ഓഫ് ടീ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഇവൻറ്റുകാരായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കും.